ഇത് ഇടുക്കി റിസർവയറിൻ്റെ ഭാഗമായിരിക്കുന്ന കട്ടപ്പനയ്ക്കടുത്ത കല്യാണത്തണ്ട് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു കുന്നിന്മേടാണ്. അടുത്ത കാലത്തായി നീലക്കുറിഞ്ഞി ധാരാളമായി പൂത്തു നിൽക്കുന്ന, ഒറിജിനലല്ല, നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന അതിമനോഹരമായ പ്രദേശമാണ്, ഒരു കുന്നാണിത്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അഞ്ചുരുളി വനമേഖലയാണിത്. വനം വകുപ്പിൻ്റെതാണ് ഈ ഭൂമിയെങ്കിലും ഈ ഭൂമിയിൽ പുതിയതായി കുറേ കുരിശുകൾ നാട്ടിക്കൊണ്ട് ഈ പ്രദേശം വീണ്ടും ഒരു അധിനിവേശത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാതി. അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് മുകളിലേക്ക് കാണാം. അയ്യപ്പൻ കോവിൽ ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ളതാണ് ഈ സ്ഥലം. അത് വളരെ കൃത്യമായി ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫോറസ്റ്റ് കീഴിലുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ കുരിശുകൾ കാണുന്നത്. ഇത് 8ാമത്തെ കുരിശാണ് അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. ഈ കല്യാണത്തണ്ടിൽ അടുത്ത കാലത്തായി കുറിഞ്ഞിപ്പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. കുറിഞ്ഞിപ്പൂ പറിക്കുന്നതിന് 500 രൂപ ശിക്ഷ എന്നിവിടെ ധാരാളം ബോർഡുകളും വെച്ചിട്ടുണ്ട്. എന്നാൽ അത്ര കുറിഞ്ഞിപ്പൂ പറിക്കുന്നതിന് 500 രൂപ ശിക്ഷയുള്ള രാജ്യത്താണ് വനംവകുപ്പിൻ്റെ സ്ഥലത്ത് കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ആര് സ്ഥാപിച്ചു, എന്ന് സ്ഥാപിച്ചു, എന്തിനു സ്ഥാപിച്ചു, ആരാണ് അതിന് അനുമതി കൊടുത്തത് എന്നൊക്കെ ചോദിച്ചാൽ മറുപടിയില്ല. കാരണം കുരിശ് കൃഷി എന്ന് പറയുന്നത് കേരളത്തിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ വിവിധ മലകളിൽ കുരിശ് കൃഷി വളരെ വ്യാപകമാണ് എന്നത് നമ്മൾ നിരവധി സ്ഥലങ്ങളിൽ കാണാം. ഇടുക്കിയിൽ തന്നെയുള്ള വിവിധ മലകളിൽ അത്തരം 14 കുരിശുകൾ വീതം നാട്ടി തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഈ മലയിൽ വനം വകുപ്പ് ജണ്ട കെട്ടി തിരിച്ചിരിക്കുന്ന ആ ജണ്ടയ്ക്കടുത്ത് തന്നെയാണ് 10ാം നമ്പർ കുരിശിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഈ അന്വേഷണ സംഘത്തിൽ ഇടുക്കി ജില്ലയിലെ യുക്തിവാദി സംഘത്തിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ദിനേശ് സാറും പോളോച്ചൻ സാറും അതുപോലെ ശങ്കരൻ ചേട്ടനും അടക്കമുള്ള ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തായാലും നാളെ ഈ കുരിശിനെതിരായി നാളെ ഇവിടെ ശൂലം തറയ്ക്കപ്പെടുമെന്നും പുതിയ ഒരു സംഘർഷ ഭൂമിയായിട്ട് ഈ കല്യാണത്തണ്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ മനസ്സിലാവാത്ത ഒരു കാര്യം, സർക്കാരിൻ്റെ ഭൂമിയിൽ, വനഭൂമിയിൽ ഈ കോൺക്രീറ്റ് കുരിശുകൾ സ്ഥാപിക്കാൻ ആരാണ് ഇവർക്ക് അനുമതി കൊടുത്തത്, എന്നാണ് അനുമതി കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വനംവകുപ്പിൻ്റെ ഭൂമിയിൽ എങ്ങനെയാണ് ഒരു മതസ്ഥാപനത്തിന് അവരുടെ കുരിശ് സ്ഥാപിക്കാനായിട്ട് അനുമതി കൊടുത്തത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികൾ തന്നെയാണ്. നാളെ ഒരുപക്ഷെ ഇത് മറ്റൊരു സംഘർഷ ഭൂമിയായിട്ട് മാറാൻ ഇവിടെ സംഘപരിവാരത്തിൻ്റെ ആളുകൾ ശൂലം നാട്ടുകയോ അല്ലെങ്കിൽ വിഗ്രഹം സ്ഥാപിക്കുകയോ ചെയ്തുകൊണ്ട് ഈ പ്രദേശം ഒരു സംഘർഷ ഭൂമിയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അടിയന്തരമായ നടപടികൾ കേരള സർക്കാർ ഈ കാര്യത്തിൽ എടുക്കണം. എടുത്തില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് നിങ്ങൾ പോകുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വനം വകുപ്പിൻ്റെ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച് കയ്യേറ്റം നടത്തുന്ന ഈ കയ്യേറ്റ മാഫിയയ്ക്കെതിരെ കേരള യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയുടെ, ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും എന്ന കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ആണ് 12ാം നമ്പർ കുരിശാണ്. ഈ കുരിശിൻ്റെ മുകളിലേക്ക് 13, 14 അങ്ങ് ഉയരം വരെയും കുരിശ് നാട്ടിയിട്ടുണ്ട്. നോക്കൂ, എത്ര ധിക്കാരപരമായൊരു നടപടിയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നും യാതൊരു അനുമതിയുമില്ലാതെ സർക്കാർ ഭൂമിയിൽ ഇത് കെട്ടി ഉയർത്തുന്നതിനും സ്ഥാപിക്കുന്നതിനും ഒരു മടിയും ഈ പള്ളി അധികാരികൾ കാണിച്ചിട്ടില്ല. നാളെ ഇവിടെ കുരിശുമല കയറ്റം വരും, പുണ്യങ്ങൾ വരും, തീർത്ഥാടനം വരും. അങ്ങനെ ഈ വനഭൂമി, പ്രത്യേകിച്ച് ഇടുക്കി റിസർവയറിൻ്റെ സമീപത്തുള്ള അതിമനോഹരമായ കല്യാണത്തണ്ട് ഒരുപക്ഷെ നാളെ ഈ ക്രൈസ്തവ സഭയുടെ അധീനതയിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഭരണാധികാരികൾ ആ കാര്യത്തിൽ കർശനമായ നിലപാടെടുത്തില്ല എങ്കിൽ ഇത് വീണ്ടും ഒരു തർക്കഭൂമിയായി, സംഘർഷഭൂമിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റെനെ വിഷന് വേണ്ടി ക്യാമറാമാൻ
പോൾ ഇല്ലിക്കലിനൊപ്പം.